റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് ഈവനിങ്. റോഷിപാൽ, ഇന്ന് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. ഒരു പുതിയ തുടക്കം, അത്യധികം ആവേശോജ്വലമായ നിമിഷത്തിലാണ് സണ്ണി ജോസഫിന് തുടക്കം കുറിക്കാനായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുള്ള കാഴ്ചകളും പറച്ചിലുകളും? അരുൺകുമാർ, KPCC നേതൃമാറ്റത്തിലൂടെ സംസ്ഥാന കോൺഗ്രസിന് ഊർജ്ജം കൈവരുമെന്ന കണക്കുകൂട്ടലാണ് ഹൈക്കമാൻഡ്. ഈ സാഹചര്യത്തിലാണ് K. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ ടീമിനെ നിശ്ചയിച്ചത്. ഏതായാലും പുതിയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പകളാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കണം, അതാണ് ഇവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. സഹഭാരവാഹികളെ വേഗത്തിൽ നിശ്ചയിച്ച് ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുക. ഏതായാലും യുവ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട്. ഇന്ന് ഇന്ദിരാഭവനിൽ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തുന്നത് അതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഗ്രൂപ്പിന് അതീതമായ ഒരു പുനഃസംഘടന അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. പക്ഷേ നേതാക്കളിൽ പലർക്കും അമർഷവും അതൃപ്തിയും ഒക്കെ ഉണ്ട്. അത് ഇന്നത്തെ ചടങ്ങിൽ അത് നിഴലിക്കുകയും ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷും K. മുരളീധരനും ഒക്കെ അവരുടെ അസംതൃപ്തിയൊക്കെ പരിഹാസത്തിലൂടെയും വിമർശനത്തിലൂടെയൊക്കെ ആ പ്രസംഗത്തിൽ അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ അവരുടെ അമർഷം പ്രകടിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുതിയ നേതൃത്വം അവർക്ക് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം ഇവരിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. യുവ നേതാക്കളാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി വന്നിരിക്കുന്ന അടൂർ പ്രകാശ് ഏറെക്കാലത്തിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത UDF-നെ സംബന്ധിച്ചിടത്തോളം അതും ആത്മവിശ്വാസം പകരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ, അതിൽ പടയോട്ടം നടത്താൻ ഈ നേതൃത്വം അനുയോജ്യമാണെന്ന വിലയിരുത്തൽ പൊതുവെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തകർക്ക് ഈ നേതൃത്വത്തിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങിയാൽ ഒരുപക്ഷേ കോൺഗ്രസിന് വലിയ ഉണർവുണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ കോൺഗ്രസ് ഇനി സണ്ണി വക്കീലിൻ്റെ കയ്യിൽ ഭദ്രം.